അള്ളാഹുവിന്റെ ഹബീബ് പറയാണ്, എന്റെ കുടുംബത്തെ നിങ്ങൾ സ്നേഹിക്കണം, തങ്ങന്മാരെ സ്നേഹിക്കണം എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറയാണ്, ഈ പ്രയാസങ്ങള്, ഈ പ്രതിസന്ധികള്, ഈ പീഡനങ്ങളെല്ലാം ഞാൻ 23 വർഷം കൊണ്ട് സഹിക്കാനൊന്നും ബാക്കിയില്ല. എന്റെ ഭാര്യ എന്റെ കൺമുന്നിൽ മരണപ്പെട്ടവരാണ്. അള്ളാഹു 7 മക്കളെ തന്നിട്ട് 6 പേരും എന്റെ വഫാത്തിന്റെ മുമ്പ് മരണപ്പെട്ടവരാണ്. പ്രിയപ്പെട്ടവരെ, ഉഹുദിന്റെ രണാങ്കണത്തിൽ മുൻപല്ല് പൊട്ടിപ്പോയിട്ടുണ്ട്, ചുണ്ട് പൊട്ടിപ്പോയിട്ടുണ്ട്, 2 മാസക്കാലം പട്ടിണി കിടന്നിട്ടുണ്ട്, ഭക്ഷണമില്ലാതെ. ഒരുപാട് 6 or 10 തവണ വധശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. എല്ലാ രീതിയിലും ജനിച്ചു വീണ മണ്ണിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട്. എല്ലാ രീതിയിലും ഞാൻ അനുഭവിച്ച പീഡനങ്ങൾക്ക് പകരം ഞാൻ നിങ്ങളോട് ഒരിക്കലും സമ്മാനമായി ഒന്നുപോലും പകരം ചോദിക്കുന്നില്ല. എന്റെ ഉമ്മത്തെ, എന്റെ സമുദായമേ, എനിക്ക് ഇതിനെല്ലാം പകരമായി നിങ്ങൾ നൽകേണ്ടത് എന്റെ കുടുംബത്തെ സ്നേഹിക്കണം, എന്റെ തങ്ങന്മാരെ സ്നേഹിക്കണം. ഇത് ഖുർആന്റെ ആയത്താ, ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ. ഇവിടെയാണ് ഉമ്മയുമായി ബന്ധപ്പെട്ട വിവാദം ഉണ്ടായത്. എയർ നിറക്കുന്നില്ല, എയറിൽ തന്നെ ഇറക്കുന്നില്ല. ഉമ്മയുമായി ബന്ധപ്പെട്ട, ഉമ്മയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട വിവാദം ഉണ്ടാകുന്നത് ഇവിടെയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു, തങ്ങന്മാർക്ക് ജന്മന ബറക്കത്തുള്ള ആളുകളാണ്. ഉമ്മമാരെന്ന് പറയുന്നത്, എനിക്കെന്റെ ഉമ്മ ആദരിക്കപ്പെടേണ്ട ആളാണ്. ഞാന് വീടെടുക്കാൻ വേണ്ടി സ്ഥലം വാങ്ങിച്ചു. അതൊരു റോഡിന്റെ, ഹൈവേയുടെ സൈഡാണ്. അങ്ങനെ വീടെടുക്കാനുള്ള പദ്ധതി ആവിഷ്കരിച്ചു തുടങ്ങിയപ്പോ എന്റെ ഉമ്മ പറഞ്ഞു, അവിടെ വീടെടുത്താല് ഞാൻ വരൂല വീട്ടിലേക്ക്. എന്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 500-600 മീറ്റർ അപ്പുറത്തൊരു സ്ഥലം വാങ്ങിച്ച് അവിടെ വീടെടുക്കാൻ തീരുമാനിച്ചപ്പോ ഉമ്മ പറഞ്ഞു, ഞാൻ വരില്ല. ഉപ്പ തയ്യാറാണ്. ഉമ്മ പറഞ്ഞു, ഞാൻ വരൂല. വീടെടുക്കാൻ വെച്ച സ്ഥലം അവിടെ ഉപേക്ഷിച്ച് എന്റെ തറവാടിന്റെ തൊട്ടടുത്ത് ഞാൻ വീടെടുത്തു. ഇതേപോലെ എന്നോട് ഇപ്പൊ ഇന്നലെ ഒരു സുഹൃത്തും പറഞ്ഞു, ഞാൻ ഉമ്മയുടെ ആവശ്യപ്രകാരം ഒരു സ്ഥലം വാങ്ങിയിരുന്നു. ഉമ്മയുടെ ആവശ്യപ്രകാരം ഞാൻ ആ സ്ഥലം ഒഴിവാക്കി ഒരു വലിയ കുഴിയിലാണ് ഞാനിപ്പോ വീടെടുത്തിട്ടുള്ളത്. എനിക്ക് വേണ്ടത് എന്റെ ഉമ്മാന്റെ പൊരുത്താണ്. അതുകൊണ്ട് ഉമ്മാന്റെ തൃപ്തിക്ക് വേണ്ടി ഞാൻ അങ്ങനെ ചെയ്തു. അപ്പൊ ഉമ്മമാർ എന്നുള്ളത് നമ്മൾക്ക് സ്വർഗത്തിലേക്ക് താക്കോല് നൽകുന്നവരാണ്. മാതാപിതാക്കളുടെ പൊരുത്തം, അത് അല്ലാഹുവിന്റെ പൊരുത്തം ലഭിക്കാൻ കാരണമാകും. അതൊക്കെ ആർക്കറിയാത്തത്? അതൊക്കെ എത്ര വേലകളിൽ നമ്മൾ പറഞ്ഞതാണ്. ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട വിഷയം വരുമ്പോ തങ്ങളെ സെലക്ട് ചെയ്യണം എന്ന് പറഞ്ഞത് ഉമ്മമാരെ ഉദ്ഘാടനം ചെയ്ത ഹറാമെന്നല്ല ഇതിനർത്ഥം. തങ്ങന്മാർ എന്നുള്ളത് ഹബീബിന്റെ രക്തമൊഴുകുന്ന നബി തങ്ങളുടെ കുടുംബമാണ്. അവർക്ക് നമ്മൾ പരിഗണന നൽകണം. തങ്ങന്മാർക്ക് ഇവിടെ ഫ്രീ ആയിട്ട് പണിയില്ലാതിരിക്കല്ല. പാണക്കാട് സയ്യിദന്മാരൊക്കെ ഒരു ഡേറ്റ് കിട്ടണമെങ്കിൽ 3, 4, 5 മാസം ബുക്ക് ചെയ്യണം, അല്ലെ? അപ്പൊ നിങ്ങളെ ഉദ്ഘാടനത്തിന് സാധിക്കില്ല. നിങ്ങൾ ഇന്നലെ വിളിച്ചല്ലോ, എത്രയോ മാസങ്ങൾക്ക് മുമ്പ് ബുക്ക് ചെയ്യണം തങ്ങളൊക്കെ ഒരു ഡേറ്റ് കിട്ടണമെങ്കിൽ. തങ്ങന്മാർക്ക് പണിയിലായിട്ടല്ലേ. ഞാൻ ഉസ്താദുമാരെ പ്രത്യേകം പറയാത്തതാണ് ആ വേളയിൽ. എങ്ങാനും ഞാൻ അവിടെ ഉസ്താദുമാരെന്ന് പറഞ്ഞെങ്കിൽ എന്റെ ആവശ്യത്തിന് വരട്ടെ, കുറ്റടിക്കാൻ എന്നെ വിളിക്കണം, വീട് കൂടിയിരിക്കാൻ എന്നെ വിളിക്കണം എന്നുള്ളൊരു ചിന്ത, ഒരു ധാരണ അവിടെ ഉണ്ടാകായിരുന്നു. ഞാൻ പറഞ്ഞു, അവിടെ തങ്ങളും ഉഖ്റവിയായ ആലിമ്യങ്ങളെ നമ്മൾ സെലക്ട് ചെയ്യണം. കാരണം തങ്ങൾ എന്നുള്ളത് അള്ളാഹു ബറക്കത്ത് ചെയ്തൊരു വിഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്തമൊഴുകുന്ന വിഭാഗമാണ്. ഉമ്മ ആദരിക്കപ്പെടേണ്ടവരാണ്. പക്ഷെ എന്റെ ഉമ്മ എന്റെ ഉപ്പാക്ക് ഭാര്യയാണ്. എന്റെ ഉമ്മ എന്റെ അമ്മാവന്മാർക്ക് പെങ്ങളാണ്. എന്റെ ഉമ്മ എന്റെ ഉപ്പാപ്പയ്ക്ക് മകളാണ്. എന്റെ ഉമ്മ അയൽവാസിക്ക് അയൽവാസിയാണ്. എനിക്ക് എന്റെ ഉമ്മ ആദരിക്കപ്പെടേണ്ടവരാണ്. അപ്പൊ ഉമ്മ എന്ന വ്യക്തിക്ക് മക്കൾ ഉമ്മ എന്ന ബന്ധത്തിൽ വലിയ സ്ഥാനമുണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ, ആ ഉമ്മ പെങ്ങളാകും, ആ ഉമ്മ മകളാകും, ആ ഉമ്മ അതുപോലെ തന്നെ ഭാര്യയാകും. ഇത്തരം സാഹചര്യങ്ങൾ ഉമ്മാക്കതില്ല, ഒരു പ്രത്യേകതയില്ല. അതൊരു പെണ്ണാണ് ആ സമയത്ത്. പക്ഷെ തങ്ങന്മാരും ഉപ്പയായാലും ഭർത്താവായാലും മകനായാലും വല്യപ്പയായാലും പേരക്കുട്ടിയായാലും തങ്ങൾ എന്ന വ്യക്തിക്ക് ബർക്കത്തുണ്ട് എന്ന് പറഞ്ഞതിന് ചില ആളുകളുടെ ഹൃദയത്തിന് അന്ധത ബാധിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കണ്ണിനല്ല അന്ധത ബാധിക്കുക, കണ്ണിനല്ല അന്ധത ബാധിക്കുക. അന്ധത ബാധിക്കുന്നത് ഹൃദയത്തിനാണ്, കൽബിനാണ്. കൽബിന് ഹൃദയം ബാധിച്ച പിന്നെ അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. എത്ര വിവാദങ്ങൾ! ഒരു വിവാദാക്കേണ്ട സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ ഈ വിഷയത്തിൽ വിവാദം ഉണ്ടാക്കേണ്ട ഒരാവശ്യമില്ല.
കാരണം ബിദ്അത്തുകാരാണ് തങ്ങന്മാരെ സൈഡാക്കിയിട്ട് ഉമ്മമാരെ കൊണ്ടുവരണം എന്ന് പറയുന്നത്. ബിദ്അത്ത് പ്രചരിപ്പിക്കുന്ന പുത്തനാശയക്കാരായ പ്രഭാഷകന്മാരാണ് തങ്ങന്മാരല്ല, ഉസ്താദന്മാരല്ല, ഉമ്മമാരാണ് ഉദ്ഘാടനം ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് തങ്ങന്മാരെയും പണ്ഡിതന്മാരെയും നിരുത്സാഹപ്പെടുത്തുന്നത്. ആ ഒരു മെന്റാലിറ്റിയിലേക്ക് എങ്ങനെ ഞങ്ങൾ സുന്നികളെന്ന് വാദിക്കുന്ന ചില ആളുകൾ മാറി എന്ന് ഞാൻ ആലോചിക്കുന്നത്. ഞങ്ങൾ സുന്നികളാണ്. ഈ അടുത്ത് നിരീശ്വരവാദത്തിനെതിരെ നിങ്ങൾ ഒരുങ്ങണമെന്ന് പറഞ്ഞപ്പോ വഹാബികളെ നോർമലൈസ് ചെയ്തു എന്ന് പറഞ്ഞ് വിവാദം ഉണ്ടാക്കി. ഇതേ വിഭാഗം വഹാബിയത്തിനെ പ്രോത്സാഹിപ്പിക്കാൻ ഇതേ വിഭാഗം. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. നമ്മൾ ക്ലിയറായി വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ എങ്ങനെയാണ് നമ്മുടെ മാതാവിനെ, നമ്മുടെ ഉമ്മയെ പൊതുജനം മധ്യേ മുന്നിലേക്ക് കൊണ്ടുവരാം? ഒരു ഉദ്ഘാടനത്തിന് അന്യരായ ആളുകളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതൊക്കെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യമാണോ? ഇപ്പൊ ഒരു വീട് കൂടിയിരിക്കുമ്പോ എല്ലാ ചങ്ങന്മാരും, എല്ലാ ഉസ്താദന്മാരും ഉമ്മ ഉണ്ടെങ്കിൽ ഉമ്മാനെ കൊണ്ട് തന്നെയാണ് തീ പിടിപ്പിക്കാൻ പറയാ. ഉമ്മാനെ അടുത്ത് വിളിച്ചിട്ട് തന്നെയാണ് വാതിൽ തുറക്കുക. അതൊക്കെ ആർക്കും അറിയാത്തതല്ല. പക്ഷെ ഒരു ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ നടക്കുമ്പോ ഉമ്മമാരെ പൊതുജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് ഇതുവരെ അന്യപുരുഷന്മാരൊക്കെ കാണാതെ നല്ലവരായി ജീവിക്കുന്ന എത്രയോ ഉമ്മമാരുണ്ട്. ആ ഉമ്മമാരൊക്കെ കൊണ്ടുവരുന്നതിനെ പ്രോത്സാഹിപ്പിക്കണം എന്നാണോ ഈ എനിക്കെതിരൊക്കെ വിവാദം ഉണ്ടാക്കുന്ന ചില സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളൊക്കെ വിചാരിക്കുന്നത്? അങ്ങനെയാണോ? അല്ല, നിങ്ങളുടെ കൽബിന്, നിങ്ങളുടെ ഹൃദയത്തിന് അന്ധത ബാധിച്ചതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ വിരോധം തീർക്കുകയാണോ? അള്ളാഹുവിന്റെ ദീൻ എന്ന് പറയുന്നത് വിരോധം തീർക്കാനല്ല. ഇത് സുന്നത്ത് ജമാഅത്താണ്. ഉമ്മമാരെ ബഹുമാനിക്കണം എന്നതിലോ ഉമ്മമാരെ സ്നേഹിക്കണം എന്നതിലോ ആർക്കും എവിടെയൊരു സംശയമില്ല. എന്റെ വാലുകൾ നിങ്ങൾ കൊണ്ടുപോയിക്കണം. ആരാണ് ഉമ്മ? ഉമ്മാന്റെ മുമ്പിൽ ഒരു വസ്ത്രം പോലും കുടയാൻ പാടില്ലെന്ന്. ഉമ്മാന്റെ മുമ്പിൽ വസ്ത്രം കുടയാൻ പാടില്ല. ഉമ്മയും മക്കളും ഭക്ഷണം കഴിക്കുമ്പോ ആ പാത്രത്തിലുള്ള മാംസ കഷ്ണങ്ങള് ഉമ്മ എടുക്കാതെ മക്കളെടുക്കാൻ പാടില്ല. അതവ് കേടുന്ന. ഉമ്മ എടുത്തതിന്റെ ശേഷമേ മാംസ കഷ്ണം മക്കളെടുക്കാൻ പാടുള്ളൂ. കാരണം ഉമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു കഷ്ണം എങ്ങാനും നിങ്ങൾ എടുത്തിട്ട് ഉമ്മാക്ക് വിഷമായി പോകരുത്. ഉമ്മ നടക്കുമ്പോ രാത്രി സമയത്താണെങ്കിൽ നിങ്ങൾ ഉമ്മയുടെ മുമ്പിൽ നടക്കണം, പകൽ സമയത്താണെങ്കിൽ ഉമ്മയുടെ പിന്നിൽ നടക്കണം. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പകൽ സമയത്ത് ഉമ്മയുടെ മുന്നിലേക്ക് ഒരു മക്കളും നടന്നു പോകാൻ പാടില്ല. എന്ന് രാത്രി സമയമാകുമ്പോ ഇഴജന്തുക്കളും കല്ലും മുള്ളൊക്കെ ഉണ്ടാകുമ്പോ ഉമ്മയുടെ കാൽപാദങ്ങളിൽ ഏൽക്കാതിരിക്കാൻ നിങ്ങൾ മുന്നിൽ നടന്നിട്ട് അതൊക്കെ മാറ്റിക്കൊടുത്തിട്ട് ഉമ്മയെ പിന്നിലൂടെ നിങ്ങൾ നടത്തിക്കൊണ്ടു പോകണം. ഉമ്മ ഉറങ്ങാതെ നിങ്ങൾ ഉറങ്ങാൻ പാടില്ല. അത് കേടാണ്. ഉമ്മ ഉറങ്ങി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമേ മക്കളായി നിങ്ങൾ ഉറങ്ങാൻ പാടുള്ളൂ. ഉമ്മയുടെ മുമ്പിൽ ഒച്ച വെച്ച് സംസാരിക്കാൻ പാടില്ല. ഇതൊക്കെ ആർക്കറിയാത്തത്? ഇതൊക്കെ ആരെ മനസ്സിലാക്കാത്തത്? അപ്പൊ സ്വയം കണ്ണടച്ചിരുട്ടാക്കി ഹൃദയത്തിന് അന്ധത ബാധിച്ച ആളുകള് വീഡിയോ ക്ലിപ്പ് ഉണ്ടാക്കി റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി വിവാദം ഉണ്ടാക്കുമ്പോ നിങ്ങൾ തകർക്കുന്നത് പരിശുദ്ധമായ ഇസ്ലാമിന്റെ അടിസ്ഥാന കാര്യങ്ങളെയാണ് എന്നുകൂടി ഓർക്കണമെന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. വിരോധമൊക്കെ തീർത്തോളി പേഴ്സണലായിട്ട്, അതൊന്നും കുഴപ്പമൊന്നുമില്ല. എന്നോടായാലും ആരോടായാലും ആർക്കെങ്കിലും വ്യക്തിപരമായ വിരോധം ഉണ്ടെങ്കിൽ വ്യക്തിപരമായ തീർത്തോളൂ. അത് ഇസ്ലാമിനെ ബാധിക്കുന്ന രീതിയിൽ ക്ലിപ്പുകൾ ഉണ്ടാക്കി റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് പ്രയാസപ്പെടേണ്ട. അതൊരു പക്ഷേ ബൂമറങ്ങായി തിരിച്ചു കൊത്താനുള്ള സാധ്യതയുണ്ട്, തിരിച്ചടിയാവാനുള്ള സാധ്യതയുണ്ട്. വഹാബികളെ വെള്ളപൂശാൻ പ്രിയപ്പെട്ട തലക്കെട്ടും തൊപ്പിയൊക്കെ തെച്ച ആളുകൾ ക്ലിപ്പുണ്ടാക്കുമ്പോ കുറച്ചൊക്കെ ആലോചിക്കണം. വഹാബികളെ വെള്ളപൂശുന്ന പണിയിലേക്ക് നിങ്ങൾ പോകരുത് എന്നും കൂടി ഞാൻ സാന്ദർഭികമായി ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ, എന്റെ കുടുംബത്തെ നിങ്ങൾ സ്നേഹിക്കണം. ഇതിനപ്പുറം എന്താ നബി നിങ്ങൾ പറയേണ്ടത്? എന്റെ കുടുംബത്തെ സ്നേഹിക്കണം, എനിക്കത് മാത്രം മതി. എന്റെ ഉമ്മത്ത് എനിക്ക് പകരം നൽകേണ്ടത് ഒരൊറ്റ കാര്യം, എന്റെ കുടുംബത്തെ സ്നേഹിക്കണം. ഞാൻ പാണക്കാട് തങ്ങന്മാരെ മാത്രം സ്നേഹിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്, എല്ലാ തങ്ങന്മാരും. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളടക്കം അവരുടെ സന്താന പരമ്പര, ആദരണീയരായ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അവരുടെ സന്താന പരമ്പര, ഇവിടെ വില്യാപ്പള്ളിയിൽ തങ്ങളുണ്ട്. നമ്മളെ വളരെ പ്രിയപ്പെട്ട തങ്ങളാണ്. നാളെ വരും മൂപ്പര്, അല്ലെ? നാളെ മൂപ്പര് വരും. വളരെ പ്രിയപ്പെട്ട തങ്ങളാണ്. കാസർഗോഡ് ജില്ലയിലുണ്ട് തങ്ങന്മാർ, ബഹുമാനപ്പെട്ട കുമ്പോൾ തങ്ങന്മാർ, കുന്നുംകൈയിലെ തങ്ങന്മാർ, സഫ്വാൻ തങ്ങൾ,
പിന്നെ AP വിഭാഗത്തിലുണ്ട് ബഹുമാനപ്പെട്ട ഖലീൽ ബുഖാരി തങ്ങള്. വലിയ ഒരു വിദ്യാഭ്യാസ സംവിധാനത്തിന് നേതൃത്വം നൽകുന്ന മഹാനാണ്. ഞാൻ അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളൊക്കെ സന്ദർശിക്കാറുണ്ട് പലപ്പോഴും. ഖലീൽ ബുഖാരി തങ്ങളുടെ ഒക്കെ വലിയൊരു സയ്യിദാണ്, വലിയ വിഷനുള്ള സയ്യിദാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് സയ്യിദന്മാരുണ്ട്. എല്ലാ സയ്യിദന്മാരും നമ്മൾ ബഹുമാനിക്കണം. ചില സയ്യിദന്മാരുടെ കബീലനുസരിച്ച് അവർക്ക് ബറക്കത്ത് അല്ലാഹു കൊടുക്കും. അത് നമ്മൾ എത്ര ചെറുതാക്കാൻ വിചാരിച്ചാലും ചെറുതായിക്കൊള്ളണമെന്നില്ല. അത് അള്ളാഹു ചില ആളുകൾക്ക് കൊടുക്കുന്ന അംഗീകാരമാണ്, കബൂലിയത്താണ്. അത് നമ്മൾ എത്ര വിവാദം ഉണ്ടാക്കി, നമ്മൾ എത്ര എഴുതി, നമ്മൾ എത്ര ഘോരഘോരമായി പ്രഭാഷണം നടത്തിയാലും അള്ളാഹു ചില ആളുകൾക്ക് നൽകുന്ന അംഗീകാരത്തെ തടയാൻ നമ്മൾക്ക് കഴിയില്ല. ഭൂമിയിൽ അള്ളാഹു ഒരാൾക്ക് സ്വീകാര്യത നൽകിയാൽ പിന്നെ നമ്മൾ തകർക്കാൻ വിചാരിച്ച തകരൂല. അതുകൊണ്ട് എല്ലാവരും എല്ലാ സയ്യിദന്മാരും ഒരുപോലെ ബഹുമാനിക്കുക. അള്ളാഹു അവർക്കൊക്കെ ഇസ്സത്തും ആഫിയത്തുള്ള ദീർഘായുസ്സും നൽകട്ടെ.